നിശബ്ദമായ ആ രാത്രിയിൽ പാതിരാത്രിയുടെ നിഗൂഢത പേറുന്ന ഒരു പഴയ തറവാട്ടായിരുന്നു മാധവൻ. വർഷങ്ങളായി ആരും താമസിക്കാത്ത ആ വീടിൻ്റെ ഓരോ കോണിലും മാറാലകളും പൊടിയും നിറഞ്ഞിരുന്നു. ജനാലുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചം തറയിൽ വിചിത്രമായ രൂപങ്ങൾ തീർക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മുകളത്തെ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. തടിപ്പലകൾക്കിടയിലൂടെ ആരോ നടന്നു നീങ്ങുന്നതുപോലെ. മാധവൻ വല്ലാതെ ഭയന്നുപോയി. കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി വെട്ടം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ധൈര്യം സംഭരിച്ച് അവൻ പടികൾ കയറി മുകളിലെത്തി. അവിടെ നീളമുള്ള ഒരു ഇടനാഴി. അതിൻ്റെ അറ്റത്തുള്ള മുറിയുടെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നു. അവൻ ആ മുറിയിലേക്ക് നോക്കി. അവിടെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന വലിയൊരു കണ്ണാടി നീല വെളിച്ചം തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. മാധവൻ കണ്ണാടിക്ക് മുന്നിലെത്തിയപ്പോൾ അവൻ്റെ ശ്വാസം നിലച്ചുപോയി. കണ്ണാടിയിൽ മാധവൻ്റെ പ്രതിബിംബത്തിന് പിന്നിലായി വെള്ള വസ്ത്രം ധരിച്ച ഒരു രൂപം നിൽക്കുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ആ രൂപം മാധവൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞു. പെട്ടെന്ന് കണ്ണാടിയിലുള്ള രൂപം മാധവൻ്റെ കഴുത്തിന് നേരെ കൈകൾ നീട്ടി. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു നേർത്ത ചിരി മുറിയിലാകെ മുഴങ്ങി. മെഴുകുതിരി അണഞ്ഞു. ഇരുട്ടിൽ മാധവൻ്റെ അലർച്ച മാത്രം ബാക്കിയായി. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ നോക്കുമ്പോൾ ആ തറവാട് പതിവ് പോലെ ശാന്തമായിരുന്നു. പക്ഷേ ആ പഴയ കണ്ണാടിക്കുള്ളിൽ മാധവൻ്റെ പ്രതിബിംബം ഭയന്ന് വിറച്ചു നിൽക്കുന്നത് ആരും കണ്ടില്ല.